സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 1/2 കപ്പ് ജവ്വരി എടുത്ത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഈ വെള്ളം കളഞ്ഞു കൊണ്ടുവരും. ജവ്വരി വേവാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളക്കുകയും ചെയ്തു. അതിലേക്ക് ജവ്വരി ഇട്ട് കൊടുക്കാം. നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. ജവ്വരി വേവുമ്പോഴേക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് വറക്കണ്ട, എല്ലാ ഈർപ്പം പോയാൽ മതി കേട്ടോ. 1/2 കപ്പാണ് ചേർക്കണം. നാളികേരം പാനിന് മാറ്റുന്നുണ്ട് കേട്ടോ. ജവ്വരി വെന്തോ നോക്കാട്ടോ. 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ജവ്വരി വേവാനായിട്ട്. ജവ്വരി അരിപ്പയിൽ അരിച്ചു വെക്കാം. ഇതുപോലെ അരിപ്പയിലാക്കി കുറച്ച് നേരം നമുക്ക് വെക്കാം കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. നല്ലോണം കാരമലായി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്താൽ മതി. കാരമലിൽ വെള്ളം ചേർത്ത് നല്ലോണം തിളച്ചു കൂട്ടാം. നമ്മൾ ചൂടാക്കി വെച്ചേക്കണ നാളികേരം ചേർക്കുന്നത്. 2 പഴുത്ത നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. കാരമലിൽ തന്നെ 1 മിനിറ്റ് കുക്കാക്കി എടുക്കണം. പഴവും നാളികേരം കാരമലിൽ 1 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അരിപ്പയിൽ അരിച്ച് വെച്ചേക്കണ ജവ്വരി ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. കാരമൽ ചെയ്ത് വെച്ചേക്കണ പഴത്തിന്റെ മിക്സ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഫൈൻ അരിപ്പൊടി ചേർക്കാം. 1/4 കപ്പ് വറുത്ത റവ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വേണം നോക്കിയിട്ട് ചേർത്താം. 1/4 കപ്പ് പാലാ ചേർക്കണം. പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്തോളൂ. നല്ലോണം മിക്സ് ചെയ്തു. റവ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ മിക്സ് 10 മിനിറ്റ് റെസ്റ്റ് ആവാനായിട്ട് മാറ്റി വെക്കും. റവ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ എടുത്ത് നെയ്യ് വരട്ടി അതിൽ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ആണെങ്കിലും വെച്ചോളൂ കേട്ടോ. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 20 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. അപ്പം ആവി കയറ്റാൻ വെച്ചിട്ട് 25 മിനിറ്റ് ആയിട്ട് 5 മിനിറ്റ് കൂടി എക്സ്ട്രാ വെക്കേണ്ടി വന്നു. ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് ഇന്ന് വെടിയിക്കാം. അപ്പം കുറേശ്ശെ തണുത്തുണ്ട് കേട്ടോ. നമുക്ക് പാനിൽ നിന്ന് വെടിയിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.